അതാ ഒരുപാട് ഒരുപാട് ഹംദ് ചൊല്ലിയാൽ റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്. ദിക്റിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ദുആയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാഹ് എന്നതുമാണ്. അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്ന കലിമത്ത് അത് മീസാൻ എന്ന തുലാസിനെ നിറയ്ക്കുന്നതാണ്, അത് ഫുള്ളാക്കുന്നതാണ്. ലഖീതു ഇബ്രാഹിമ ലൈലത ഉസ്രിയ ബി ഫഖാല യാ മുഹമ്മദ് അഖറ ഉമ്മതക മിന്നി സലാം വഅഖബറഹും അന്നൽ ജന്നത ത്വയ്യിബത്തുൻ. എന്നിട്ട് വന്നഹാ ഖൈഖാനുൻ വന്ന ഇറാസഹാ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇസ്രാഇന്റെ രാവിൽ ഹബീബായ തങ്ങൾ പറയാണ്, ഇസ്രാ മിറാജ് യാത്രയുണ്ടല്ലോ, ആ രാവിൽ ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ തങ്ങൾ പറയാണ്, സ്വഹാബികളോട് പറയാണ്, അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്നോട് പറഞ്ഞു, ഓ മുഹമ്മദ് നബിയേ, നിങ്ങളുടെ സമുദായത്തോട് എന്റെ സലാം എന്ന് പറയണേ, അവരോട് പറഞ്ഞേക്കുക, സലാം പറയുക. എന്നിട്ട് നബിയെ തങ്ങൾ അവരോട് പറയണം. എന്താണ് പറയേണ്ടത്? നിശ്ചയം സ്വർഗം നല്ല മണ്ണാണ്, സ്വർഗത്തിലുള്ള മണ്ണ് നല്ല മണ്ണാണ്, ആ സ്വർഗത്തിലുള്ള വെള്ളം നല്ല വെള്ളമാണ്. എന്നിട്ട് പറയാണ്, അത് വിശാലമാണ്. സുബ്ഹാനല്ലാഹ്, അതിലെ കൃഷിയാക്കട്ടെ, ആ സ്വർഗത്തിലെ കൃഷി ഉണ്ടല്ലോ, അത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്നിവയാണെന്ന് ഹബീബായ തങ്ങളെ തങ്ങളുടെ സമുദായത്തോട്, ഉമ്മത്തുകളോട് ഒന്ന് പറയണേ നബിയേ. വമൻ ഖാല അൽഹംദുലില്ലാഹ് മിഅത മറ ഖബല തുലൂഇ ശംസി വഖബല ഖുറൂബ് കാന അഫ്ളല മിൻ മിഅതി ഫുർസിൻ ബിഹംലി അലൈഹാ. ഒരാൾ ദിവസവും രാവിലെ സൂര്യൻ ഉദിച്ച് പൊന്തുന്നതിന് മുമ്പ് 100 പ്രാവശ്യവും വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് 100 പ്രാവശ്യവും അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലിയാൽ അത് അയാൾക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഭാരം വഹിക്കുന്ന 100 കുതിരകളെക്കാളും അഥവാ അവയെ ദാനം ചെയ്തതിനേക്കാളും ശ്രേഷ്ഠമായതാണ്. 100 കുതിരകളെ സ്വതക്ക ചെയ്തതിനേക്കാളും കൂടുതൽ പ്രതിഫലം എന്താണ്? സൂര്യൻ ഉദിച്ച് പൊന്തുന്നതിന് മുമ്പ് സുബഹിന്റെ ശേഷം 100 പ്രാവശ്യവും അതുപോലെ തന്നെ വൈകുന്നേരം 100 പ്രാവശ്യവും അൽഹംദുലില്ലാഹ്